ഗസയിൽ വീണ്ടും വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങി അമേരിക്ക. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് തന്നെ ഇതിന് മുൻകൈയെടുക്കും. ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന പുതിയ പ്രതിസന്ധി പരിഹരിക്കാൻ ബന്ദിമോചനം അനിവാര്യമാണെന്ന് വൈറ്റ് ഹൌസ്. അതേസമയം യുദ്ധം തുടർന്നാൽ ഹമാസിന്റെയല്ല ഇസ്രായേലിന്റെ നിലനിൽപ്പാകും അപകടത്തിലാവുകയെന്ന് മുൻ സൈനിക മേധാവി യിറ്റ്ഷാക് ബ്രിക്. എം.സി.എ. നാസർ ചേരുന്നു. നാസർ, വീണ്ടും ചർച്ചയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? തന്നെ ഈ പുതുതായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ആഭ്യന്തര സമ്മർദ്ദം ഒരുപക്ഷെ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ 6 ബന്ദികൾ കൊല്ലപ്പെട്ടതിൽ ഒരു അമേരിക്കൻ വംശജൻ കൂടി ഉൾപ്പെടുന്നുണ്ട്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നുവെങ്കിൽ ആദ്യമായിട്ട് മോചിപ്പിക്കപ്പെടാൻ പട്ടിക തയ്യാറാക്കിയതിൽ ഈ അമേരിക്കൻ പൗരൻ കൂടി ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ 6 ബന്ദികളുടെ മരണം സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള പ്രതികരണമാണ് ഇസ്രായേലിൽ ഉടനീളം രൂപപ്പെടുത്തിയത്. പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും വ്യാപാര സ്ഥാപനങ്ങളെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പണിമുടക്ക് നടന്നു. ഇപ്പോൾ പോലും ഈ രാത്രിയിൽ പോലും തെല്ലവീവിലും ഹൈഫയിലും അതോടൊപ്പം തന്നെ ജെറൂസലം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആഭ്യന്തരമായിട്ട് ഇസ്രായേലിനെ കൂടുതൽ ദുർബലപ്പെടുത്തും. അത് മേഖലയിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് കൂടി ദോഷം ചെയ്യും എന്ന ഒരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ ശക്തമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തുമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ വൈറ്റ് ഹൌസും അതിനെ സ്ഥിരീകരിക്കുകയാണ്. ബൈഡൻ നേരിട്ട് തന്നെയാണ് ഇനി ചർച്ചകൾക്ക് മുൻകൈ എടുക്കുക. അതുമായി ബന്ധപ്പെട്ട് ഈജിപ്ത് അതോടൊപ്പം തന്നെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ബൈഡൻ ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഈ ചർച്ച വഴിമുട്ടി നിൽക്കുന്നത് ഫിലാഡൽഫിയ, നെറ്റ്സറിം ഈ 2 ഇടനാഴികളിൽ നിന്ന് സൈന്യം പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. നെതന്യാഹു വ്യക്തമാക്കുന്നത് ഇവിടെ നിന്ന് സൈന്യം ഒരു നിലക്കും പിൻവാങ്ങുകയില്ല. അത് ഭാവിയിൽ ഗസയിലേക്ക് വീണ്ടും ആക്രമണം പുനരാരംഭിക്കാനുള്ള ഇസ്രായേൽ പദ്ധതികൾക്ക് തടസ്സം വരുത്തും. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള സൈനിക പിന്മാറ്റത്തെ താൻ അംഗീകരിക്കുകയില്ല എന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. പക്ഷേ നെറ്റ്സറിം അതോടൊപ്പം തന്നെ ഈ ഫിലാഡൽഫി ഈ കോറിഡോറുകളിൽ നിന്ന് സൈന്യം പിന്മാറിയാൽ മാത്രമേ ഈ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന തിരിച്ചറിവും ആ സന്ദേശം കൃത്യമായി തന്നെ ഇസ്രായേൽ നേതൃത്വത്തിന് അമേരിക്ക നൽകിയിട്ടുണ്ട്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഏതർത്ഥത്തിലായിരിക്കും ഈ ചർച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ സ്വഭാവം എന്തായിരിക്കും. ഇത് ഇസ്രായേൽ നെതന്യാഹുവിനെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ഒരു തീരുമാനവുമായിട്ട് അമേരിക്കയ്ക്ക് മുൻകൈ എടുക്കാൻ പറ്റുമോ? അതല്ല കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ ബൈഡന്റെ ഈ ഇടപെടൽ എന്ന ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഏതായാലും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാവും. ചർച്ച കൃത്യമായിട്ടുള്ള തന്നെ ദിശയിൽ പോകുന്നുവെന്നാണ് ഏറ്റവും അവസാനം വൈറ്റ് ഹൌസ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണമൊന്നും വന്നിട്ടില്ല. 6 ബന്ദികൾ കൊല്ലപ്പെട്ടതിന് അവരുടെ ബന്ധുക്കളോട് ഇന്നലെ നെതന്യാഹു മാപ്പ് അപേക്ഷിച്ചിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ പ്രതിസന്ധി തീരുന്നില്ല. ജനങ്ങൾ വലിയ രോഷാകുലരായിക്കൊണ്ട് തന്നെ ഈ 100-ലധികം വരുന്ന ബന്ദികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഈ ഒരു കരാറുമായി തന്നെ മുന്നോട്ട് പോകണമെന്ന ഒരു നിർബന്ധമാണ്, ആ ഒരു ആവശ്യമാണ് അവർ പ്രധാനപ്പെട്ടത്. ഈ ബന്ദികളുടെ മരണത്തിലാണ് നെതന്യാഹുവിനെതിരെ ഇസ്രായേലിലുടനീളം വലിയ വ്യാപകമായ പ്രതിഷേധമൊക്കെ ഉയരുന്നത്. ചിലർ നെതന്യാഹുവിന്റെ ഓഫീസുകൾ ഉപരോധിച്ചു എന്നൊക്കെയുള്ള വാർത്തകളുമുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? അതിന് തീർച്ചയായിട്ടും ആ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെതന്യാഹുവുമായിട്ട് ഇനിയൊരു ചർച്ചയ്ക്ക് തങ്ങളില്ല എന്ന് ബന്ദികളുടെ ബന്ധുക്കൾ ഔദ്യോഗികമായി തന്നെ അവർ പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ആകട്ടെ അല്ലെങ്കിൽ സൈനിക നേതൃത്വമാകട്ടെ ഇവരൊക്കെയും ഒരു കരാറുമായി തന്നെ മുന്നോട്ട് പോകണമെന്ന ഒരു അഭിപ്രായമാണ് നേരത്തെ മുതൽ തന്നെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം പിന്നീട് യുദ്ധം പുനരാരംഭിച്ചാലും അത്തരം കാര്യങ്ങൾ ആ ഘട്ടത്തിൽ ആലോചിക്കാം. ഇപ്പോൾ തൽക്കാലം ഗസയിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് ഈ ബന്ദികളുടെ 100-ലധികം വരുന്ന ബന്ദികളുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നതാണ് പ്രധാനം. അത് അവർ ഇനിയും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അത് സ്വാഭാവികമായിട്ടും ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് ഇസ്രായേലിനെ തള്ളിവിടും. അത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് രാജ്യത്തിനുള്ളിലും പുറത്തും വലിയ തോതിൽ തന്നെ കോട്ടം വരുത്തും. അതുകൊണ്ടാണ് സൈനിക നേതൃത്വം ഏറെക്കുറെ അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ തന്റെ രാഷ്ട്രീയ മേൽവിലാസം നിലനിർത്തുന്നതിന് വേണ്ടി, തന്റെ പ്രധാനമന്ത്രി പദം നിലനിർത്തുന്നതിന് വേണ്ടി, തന്റെ സർക്കാരിനെ നിലനിർത്തുന്നതിന്
നടത്തുന്നതിന് വേണ്ടി നെതന്യാഹു തുടക്കം മുതൽ തന്നെ ഈ ചർച്ചകൾ അട്ടിമറിക്കാൻ, ഈ കരാറിന്റെ നീക്കങ്ങളെ എല്ലാ അർത്ഥത്തിലും തുരങ്കം വെക്കാനുള്ള നീക്കമായിരുന്നു നടത്തത്. ഇത് അമേരിക്ക കുറെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടൻ പോലും സ്വാഭാവികമായിട്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അമേരിക്കൻ പൗരൻ കൂടി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വലിയൊരു ചർച്ചയിലേക്ക് ബൈഡൻ തന്നെ മുൻകൈയെടുത്ത് കാര്യങ്ങൾ ഇല്ലെങ്കിൽ ചർച്ചകൾ നടത്തും എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഹമാസിന്റെ നിലപാട്? എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന, പ്രത്യേകിച്ച് ബന്ദികളെ കഴിഞ്ഞ ദിവസം വിടേണ്ട ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ബന്ദിമോചനം എത്രയും പെട്ടെന്ന് നടക്കും എന്നുള്ള സൂചനകളാണോ ലഭിക്കുന്നത്? അതന്നെ, തീർച്ചയായിട്ടും. കാരണം ഈ ഹമാസ് നേരത്തെ തന്നെ ഈ ബൈഡൻ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ UN രക്ഷാസമിതി പാസാക്കിയ പ്രമേയത്തോട് തങ്ങൾ നീതി പുലർത്താൻ ഒരുക്കമാണെന്നും അവർ അറിയിച്ചിരുന്നു. പക്ഷേ 3 ഉപാധികൾ തുടക്കം മുതൽ തന്നെ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. 2, ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി തന്നെ ഗസയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, അത് ഫിലാഡൽഫിയ കോറിഡോറിൽ നിന്നായാലും അതോടൊപ്പം തന്നെ നെറ്റ്സറീം കോറിഡോറിൽ നിന്നായാലും അവിടെ നിന്ന് പിൻവാങ്ങണം. 3ാമത് വടക്കൻ ഗസയിൽ നിന്നും മറ്റും പുറന്തള്ളപ്പെട്ട മനുഷ്യർക്ക് പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് അവർക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം വേണം. ഇത് പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. അപ്പോൾ ബന്ദികളെ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിട്ടുകൊടുക്കുകയുള്ളൂ. ഇനി അതല്ല, ഈ ആക്രമണം നടത്തി മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ദികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഇസ്രായേലിന് മാത്രമായിരിക്കുമെന്ന് കൂടി ഇന്നലെ ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കൻ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് ഈ 2 കേന്ദ്രങ്ങളിൽ നിന്ന് ഫിലാഡൽഫിയയിൽ നിന്നും അതോടൊപ്പം തന്നെ നെറ്റ്സറിൻ കോറിഡോറിൽ നിന്നും സൈന്യത്തെ പിൻവാങ്ങാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുക എന്നതാണ്. അതിൽ നെതന്യാഹു ഇനി എന്ത് തീരുമാനം കൈക്കൊള്ളും, അല്ലെങ്കിൽ സൈനിക നേതൃത്വം ഏത് നിലപാട് കൈക്കൊള്ളും എന്നതാണ് പ്രധാനം. എന്തായാലും ബൈഡൻ വളരെ ശക്തമായി തന്നെ രംഗത്ത് വന്നത് ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ താല്പര്യങ്ങൾക്കും തന്റെ രാഷ്ട്രീയ സമീപനങ്ങൾക്കും ഈ ഗസ യുദ്ധം തുടരുന്നത് വലിയ തിരിച്ചടിയായി മാറുമെന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതുതായി വീണ്ടും ബൈഡൻ തന്നെ നേരിട്ട് രംഗത്ത് വരുന്നതും ഈ ചർച്ചകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം ഏറ്റവും വൈകിയാണെങ്കിൽ വീണ്ടും അദ്ദേഹം ഇടപെടൽ നടത്തിയിരിക്കുന്നതും. ധന്യ. ശരി നാസർ.